Alhamdulillah kafa wa salamun ala ibadihi alladhina istafa amma ba'd. A'udhu billahi minash shaitanir rajim. Bismillahir rahmanir rahim. وَضِرِبْ لَهُمْ مَثَلًا أَصْحَابَ الْقَرْيَةِ وَضِرِبْ لَهُمْ مَثَلَ الْحَيَاةِ الدُّنْيَا كَمَاءٍ أَنزَلْنَاهُ مِنَ السَّمَاءِ فَاخْتَلَطَ بِهِ نَبَاتُ الْأَرْضِ فَأَصْبَحَ هَشِيمًا تَذْرُهُ الرِّيَاحُ وَكَانَ اللَّهُ عَلَى كُلِّ شَيْءٍ مُقْتَدِرًا. ബഹുമാനം നിറഞ്ഞ സ്വന്തക്കാരെ, ബന്ധക്കാരെ, കുടുംബക്കാരെ, നിങ്ങളോട് ഈ സമയത്ത് പ്രസംഗിക്കാൻ എനിക്ക് വാക്കുകളില്ല. പ്രസംഗം എന്ന് പറഞ്ഞാൽ ഒരു പൊതുപ്രസംഗമോ അല്ലെങ്കിൽ ഒരു സ്റ്റേജ് പ്രസംഗമോ അങ്ങനെ അല്ലെങ്കിൽ ഒരു ഖുതുബ അങ്ങനെയൊക്കെയാണ് പ്രസംഗം എന്ന് പറയുന്നത്. ഇതൊരു പ്രസംഗമല്ല, ഇതൊരു സംസാരം എന്ന് കൂട്ടിയാണ്. സംസാരം നമ്മുടെ സാഹചര്യവും ചുറ്റുപാടും അനുസരിച്ചാണല്ലോ. വളരെ പെട്ടെന്നല്ലെങ്കിലും പ്രതീക്ഷിച്ചിരുന്ന ഒരു എല്ലാവരുടെയും ജീവിതത്തിൻ്റെ അന്ത്യം ഒരു പ്രതീക്ഷയിലൂടെയാണ്. പക്ഷേ പ്രായം ചെന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും അവർ ദുനിയാവിനോട് വിട പറയാൻ അടുത്തു എന്ന് നമ്മൾ കണക്ക് കൂട്ടുകയും അതേ സമയത്ത് കണക്ക് കൂട്ടാതിരിക്കുന്ന ആളുകൾ നേരത്തെ പോവുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കൂടെ ഏതായാലും അപ്രതീക്ഷിതമായ രീതിയിൽ ഒരു വേർപാടാണ് ഉമ്മാൻ്റെ വേർപാട്. കാരണം അത്തരത്തിലൊരു വേർപാടിൻ്റേതായ യാതൊരു ശാരീരിക അസ്വസ്ഥതകളും ഉണ്ടായിരുന്നില്ല എന്ന് നമുക്കറിയാം. നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ ഫള് കൊണ്ട്, അനുഗ്രഹം കൊണ്ട് നമ്മുടെ മരിച്ചുപോയ വാപ്പാ, ഉമ്മാമാർ, വല്യമ്മ, വല്യാപ്പമാർ എല്ലാവരും നമ്മളെയും അല്ലാഹുവിൻ്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ഇതാണ് ഈ സമയത്ത് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത്. ഈ പ്രാർത്ഥന നമ്മളെല്ലാവരും എപ്പോഴും ചെയ്യുന്ന ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹു, പടച്ച റബ്ബ്, ഖാലിഖ്, രക്ഷിതാവ് നമ്മളെ സൃഷ്ടിച്ച അന്ന് നമ്മുടെ മരണവും നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മുടെ സൃഷ്ടിപ്പിൻ്റെ ഒരു ദശയിലൂടെ നമ്മളിപ്പോൾ അങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദശ എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ വന്ന് ഒരു 4-5 വയസ്സായതിനു ശേഷമുള്ള കാര്യം മാത്രമേ നമുക്ക് ഓർമ്മയുള്ളൂ. ദുനിയാവിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞു പോകുന്ന ഓരോ പടികളും, ഓരോ കവാടങ്ങളും, ഓരോ ഘട്ടങ്ങളും നമുക്ക് ഓർമ്മയില്ല. അതൊക്കെ ഓർമ്മയില്ലാത്തതുകൊണ്ട് മാത്രം നമുക്ക് അങ്ങനെ ഒരു ഘട്ടം കഴിഞ്ഞു പോന്നിട്ടില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. കാരണം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മളെ അങ്ങോട്ട് ഉണ്ടാക്കിയതല്ല പഠിച്ചു. എന്നിരിക്കെ നമ്മൾ ജീവിതത്തിൽ ജനിച്ച് വീണതിന് ശേഷം, ജനിച്ച അന്ന് മുതൽ നമ്മളെല്ലാവരും ജനനം നിത്യേന കണ്ടുകൊണ്ടിരിക്കുന്നു, മരണവും കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരു ജനനം ഉണ്ടാകുമ്പോൾ നമ്മൾ സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചിരിക്കുകയും ചെയ്യും. അതേ രീതിയിൽ ഒരു മരണം ഉണ്ടാകുമ്പോൾ നമ്മൾ സന്താപം രേഖപ്പെടുത്തുകയും സങ്കടപ്പെടുകയും കരയുകയും ചെയ്യും. ഇത് രണ്ടും കൂടിയതാണ് ജീവിതം. ആ ജീവിതത്തിൽ ഏതെങ്കിലും ഒന്നുകൊണ്ട് മാത്രം തൃപ്തിപ്പെടുക എന്ന് ഞാൻ വാശി പിടിച്ചാൽ നടക്കാത്ത കാര്യമാണ്. എനിക്ക് ചിരി മാത്രമേ പറ്റുള്ളൂ, എനിക്ക് ജനനം മാത്രം മതി, മരണം വേണ്ട എന്ന് ഒരാൾ തീരുമാനിച്ചാൽ ആ പറയുന്ന ആൾക്ക് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. നടക്കാത്ത കാര്യമാണ്. പിന്നെ ഇതൊക്കെ മനസ്സിലാകാനുള്ള ഒരു പ്രായത്തിലും പക്വതയിലും ഉള്ളവരാണ് നമ്മളെല്ലാം. അപ്പോൾ എൻ്റെ സംസാരം കേൾക്കുന്ന കുട്ടികൾക്കൊന്നും ഇപ്പോൾ അറിയില്ല. കരുണാവാരിധിയായ അള്ളാഹു നമ്മുടെയൊക്കെ ജീവിതത്തിൽ
അറിഞ്ഞും അറിയാതെയൊക്കെ വന്നുപോയ എല്ലാ തെറ്റുകളും അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരട്ടെ. നമ്മുടെ എല്ലാവരുടെയും മാതാപിതാക്കൾ എല്ലാവരും ഇതുപോലെ ഒരു കാലത്ത് ഇവിടെ ജീവിച്ചിരുന്നു. ഞാൻ നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നതിന് മുമ്പ് പരിചയമുള്ള ഒരാൾ എന്ന നിലക്ക് ഈ സദസ്സിൽ നമ്മുടെ മജീദ് മാഷ് മാത്രമല്ല, മജീദ് മല്ലി. പിന്നീട് ബന്ധപ്പെട്ടവരാണ് ബാക്കിയുള്ളവർ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്താരയിൽ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുമായിട്ട് ബന്ധം ഉണ്ടായതാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ബന്ധം. ഏതോ നിലക്ക് അതാണ് അള്ളാഹുവിൻ്റെ കൂട്ടെഴുത്ത്, അള്ളാഹുവിൻ്റെ ഖദർ എന്നൊക്കെ പറയുന്ന ഇത് തന്നെയാണ്. ഏതോ ഒരു നാട്ടിൽ ഒരിക്കലും ഊഹിക്കാൻ പറ്റാത്ത ഒരു ചുറ്റുപാടിൽ, ഒരു പ്രദേശത്ത്, ഒരു ഗ്രാമത്തിൽ ജനിച്ച് വളർന്ന് പിന്നെ എങ്ങനെയോ ഇവിടെ എത്തിപ്പെട്ടു. അങ്ങനെ എത്തിപ്പെട്ട് യാദൃച്ഛികമായ ഒരു ബന്ധത്തിൽ ഇങ്ങനെ ഉണ്ടായി. ഈ കൂട്ടുബന്ധം, വിവാഹബന്ധത്തിലൂടെ നിങ്ങളുമായിട്ട് ബന്ധപ്പെടാനും കുടുംബത്തിലെ ഒരു മെമ്പറാകാനുമുള്ള അവസരം അപ്രതീക്ഷിതമായിട്ട്. നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ നമ്മൾ മരണത്തെ അഭിമുഖീകരിക്കുന്നതിന് മുമ്പ് പലപ്പോഴും മരണം നമ്മുടെ മുമ്പിലൂടെ കടന്നു പോയിട്ടുണ്ട്, കടന്നു പോകുന്നുണ്ട്. എപ്പോഴൊക്കെയാണ് അത് വരുന്നതെന്ന് നമ്മൾ തന്നെ നമ്മളെ ജീവിതത്തിൽ പലപ്പോഴും ഇങ്ങനെ കണ്ണോടിച്ചറിയാം. ഇനി യഥാർത്ഥ മരണത്തെ അഭിമുഖീകരിക്കുന്ന ആ ദിവസത്തിൽ നമുക്ക് രക്ഷപ്പെടാനും കഴിയില്ല. യഥാർത്ഥ മരണം അത് വരണമെന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതിനു മുമ്പ് പലപ്പോഴും നമ്മൾ മരണത്തെ അഭിമുഖീകരിക്കുന്നുണ്ട്. കുട്ടിയായിരിക്കുന്ന കാലത്ത്, യുവാവായിരിക്കുന്ന കാലത്ത്, പല സന്ദർഭം. ഇങ്ങേറ്റം നമ്മൾ ഇവിടെ നിന്ന് നിലമ്പൂർക്ക് പോവുകയാണെങ്കിൽ, ഒരു വാഹനത്തിൽ പോവുകയാണെങ്കിൽ തന്നെ നമ്മുടെ മുമ്പിൽ മരണമുണ്ട്. നമ്മൾ രാത്രി നമ്മുടെ കിടക്കയിൽ കിടന്നു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് വീണ്ടും അതേ രീതിയിൽ ഭൂമിയിലേക്ക് വരുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ല. അപ്പോഴും നമ്മുടെ മുമ്പിൽ മരണമുണ്ട്. അങ്ങനെ ഉറങ്ങാൻ കിടന്ന ആൾ രാവിലെ എഴുന്നേൽക്കാതെ ബെഡിൽ തന്നെ കിടക്കുന്ന അവസ്ഥ കാണുമ്പോൾ മറ്റുള്ളവർ ചെന്ന് നോക്കുമ്പോൾ മരിച്ചു കിടക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ മരണത്തിന് ഇന്ന സമയമൊന്നുമില്ല, ഇന്ന സ്ഥലമൊന്നുമില്ല. അത് എവിടെ നിന്നും മരിക്കാം. ഇവിടെ ഇന്നത്തെ പേപ്പർ നമ്മുടെ അയൽവാസി ഒരാൾ ഉംറക്ക് പോയി. അപ്പോൾ ഉംറക്ക് പോയപ്പോൾ അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവില്ല അവിടെ നിന്ന് മരിക്കും. ഇതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഉംറക്ക് പോകുന്നു, ഹജ്ജിന് പോകുന്നു, അല്ലാതെ യാത്രക്ക് പോകുന്നു, യാത്ര പോകാത്തവർ മരിക്കുന്നു, പോകുന്നു. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു യാഥാർത്ഥ്യമാണ് മരണം എപ്പോഴും എവിടെ വെച്ച് നമ്മളെ പിടികൂടും എന്നുള്ള ഒരു യാഥാർത്ഥ്യം. പക്ഷെ യാഥാർത്ഥ്യങ്ങൾ അങ്ങനെയാണെങ്കിലും പല യാഥാർത്ഥ്യങ്ങളെ നമ്മൾ യാഥാർത്ഥ്യമായിട്ട് അംഗീകരിക്കാൻ നമുക്ക് കഴിയുന്നത്. അതുകൊണ്ടാണ് ഈ വിശുദ്ധ ഖുർആനിൽ മരണത്തെപ്പറ്റി പറഞ്ഞപ്പോഴൊക്കെ അല്ലാഹു തആല ഈ ആളുകളുടെ അവസ്ഥയെ അല്ലെങ്കിൽ മരണത്തോടുള്ള ആളുകളുടെ സമീപനത്തെ പരിഗണിച്ചുകൊണ്ടാണ് ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തുൻ. തിരുമേനിയോടാണ് പറഞ്ഞത്, തീർച്ചയായും നീ മരിക്കുന്നവനും അവരും മരിക്കും എന്നുള്ളത്. അപ്പോൾ അലങ്കാര ശാസ്ത്രം അനുസരിച്ച്, ഭാഷാനുസരിച്ച് ഒരാളോട് അങ്ങനെ തീർച്ചയായും എന്ന് പറയേണ്ട ആവശ്യമില്ല. തീർച്ചയായും നീ മരിക്കും എന്ന് പറയേണ്ട ആവശ്യമില്ല. ഈ തീർച്ചയായും എന്ന പദപ്രയോഗം നടത്തേണ്ടത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംഗതി ഒരാളെ നിഷേധിക്കുമ്പോഴാണ്. നിഷേധിക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ച് തീർച്ചയായും എന്ന് പറയേണ്ട ആവശ്യമില്ല. തീർച്ചയായും എന്ന് പറയുന്നപ്പോഴാണ് ഈ കേൾക്കുന്ന ആൾക്ക് അതിനെപ്പറ്റി സംശയം ഉണ്ടാവുകയോ അത് നിഷേധിക്കുകയോ ചെയ്യുന്ന സമയത്ത് മാത്രമേ തീർച്ചയായും എന്ന് പറയേണ്ടതുള്ളൂ. പക്ഷെ അല്ലാഹ് ഈ ആളുകളോട് നമ്മളോടൊക്കെ പറഞ്ഞു തീർച്ചയായും നീ മരിക്കും എന്ന് പറയേണ്ടത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഭാഷാശാസ്ത്രജ്ഞന്മാർ പിന്നെ പറയണ ആളുകളുടെ ജീവിതം ഇത്രയും ഉറപ്പുള്ളൊരു കാര്യമാണെങ്കിലും അവരുടെ ജീവിതവും സംസാരവും പെരുമാറ്റമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും മരിക്കില്ല എന്നുള്ള രീതിയിലാണ് ആളുകൾ നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ തീർച്ചയായും ചേർക്കാൻ കാരണം. എല്ലാ കാര്യങ്ങളും അറിയുന്ന ആളുകളാണ് നമ്മൾ. നിത്യേന പത്രം വായിക്കുന്നു, ടി വിയിൽ. ഇപ്പോൾ പണ്ടത്തെ മാതിരിയല്ല. പണ്ടൊക്കെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ന്യൂസ് ഉണ്ടായാൽ
ആ പ്രദേശത്ത് മാത്രം പരിമിതമായി നിൽക്കുള്ളൂ. ഇപ്പം അങ്ങനെയല്ല. ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു സംഭവം ഉണ്ടായാൽ അത് എല്ലാ സ്ഥലത്തും എത്തും. ഒരു 25 കൊല്ലം അല്ലെങ്കിൽ 30 കൊല്ലം മുമ്പ് ഇവിടെ പന്തലിങ്ങ ഒരു സംഭവം ഉണ്ടായി എന്ന് പറയുകയാണെങ്കിൽ